എൻ്റെ പേര് നിതിൻ ജിൻസൺ. ആദ്യമായി കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നിതിൻ ജിൻസൺ. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് എന്നാണ്. ഞാനൊരു CA ഫൈനൽ വിദ്യാർത്ഥിയാണ്. ഞാൻ ആദ്യമായിട്ട് CA ഫൈനൽ എഴുതുന്നത് സെപ്റ്റംബർ 2025 ആ അറ്റംപ്റ്റിൽ ഞാൻ ഗ്രൂപ്പ് 1 ആണ് എഴുതിയത്. CAക്ക് ശരിക്കും 2 ഗ്രൂപ്പുകളാണുള്ളത്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ആ അറ്റംപ്റ്റ് ഞാൻ ഗ്രൂപ്പ് 1 എഴുതി. ആ അറ്റംപ്റ്റ് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. പിന്നെ അടുത്ത അറ്റംപ്റ്റ് വരുന്നത് ജനുവരി 2026. അപ്പോൾ ജനുവരി 26 ഞാൻ ഗ്രൂപ്പ് 1 ബുദ്ധിമുട്ടായതുകൊണ്ട് ഗ്രൂപ്പ് 2 ആണ് എഴുതിയത്. അപ്പോൾ ആ ഗ്രൂപ്പ് 2 എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് പപ്പയും അമ്മയും എന്നെ കാണാൻ വന്നു. ഞാനൊരു സ്റ്റഡി സെൻറ്ററിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം പപ്പയും അമ്മയും അവിടെ എന്നെ കാണാൻ വന്നു. ആ സമയത്ത് പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾ മുമ്പ്. ആ ഉടമ്പടിയുടെ കാശുരൂപവും ഉപ്പും എനിക്ക് കൊണ്ടു തന്നു. ആ സമയത്ത് അവർ പ്രാർത്ഥിച്ച സമയത്ത് കുരിശും കാശുരൂപം വെച്ച് പഠിച്ച സമയത്ത് അമ്മയ്ക്ക് ഒരു സുഗത്തിൻ്റെ അഭിഷേകം. അപ്പം മുതൽ എനിക്ക് മനസ്സിലായി അത് കൃപാസനത്തിലേക്ക് എന്നെ കൊണ്ടുവരാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നെന്ന്. പിന്നെ ഞാൻ ജനുവരി 2026 എക്സാം എഴുതി. അപ്പം മൊത്തം 3 വിഷയങ്ങളാണ് ആ ഗ്രൂപ്പിലുള്ളത്. ആദ്യത്തെ 2 വിഷയങ്ങളും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മൂന്നാമത്തെ വിഷയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജയിക്കാൻ 40 മാർക്കാണ് വേണ്ടത്. അപ്പം ഞാൻ പരീക്ഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആൻസർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 30 മാർക്ക് പോലും കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ചെന്നു. അപ്പം വീടിനടുത്തുള്ളൊരു ചേച്ചി അമ്മയോട് പറഞ്ഞു, എങ്ങനെയുണ്ടെന്ന് പരീക്ഷ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ബുദ്ധിമുട്ടായിരുന്നെന്ന്. അപ്പം ആ ആൻറ്റി പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പപ്പയും പറഞ്ഞു ഉടമ്പടി എടുക്കുക, എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചിന്തിച്ചു, കാരണം ഞാൻ CA ഫൗണ്ടേഷൻ പാസ്സായതും മാതാവിന് മധ്യസ്ഥയില്ല. കാരണം ഞാൻ 2019 നവംബറിലാണ് ഫൗണ്ടേഷൻ പാസ്സാവുന്നത്. ആ സമയത്ത് ഞാൻ പപ്പ ഉടമ്പടി എടുക്കുകയും ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇടുകയും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ ഗ്രൂപ്പ് 1 ഫൗണ്ടേഷൻ പാസ്സായി. പിന്നെ CA ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് 1 പാസ്സായതും കൊറോണ കാലത്താണ്, നവംബർ 2020. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അന്ന് എനിക്ക് പാസ്സാവാൻ പറ്റിയത്. പിന്നെ ഞാൻ CA ഇൻ്ററിൻ്റെ ഗ്രൂപ്പ് 2 പാസ്സായത് 4 അറ്റംപ്റ്റ് ശേഷമാണ്. 4 അറ്റംപ്റ്റും തോറ്റു. 5ാമത്തെ അറ്റംപ്റ്റിൽ പപ്പ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഞാൻ ആ കാശുരൂപവും പിന്നെ ഉപ്പും കൊണ്ടുപോയി വിതറുകയും കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് പരീക്ഷ ചെയ്തത്. ആ പരീക്ഷ എനിക്ക് നല്ല വിജയം ജയിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ CA ഫൈനലിൻ്റെ ഗ്രൂപ്പ് 2 എനിക്ക് മാതാവിനെ മധ്യസ്ഥയാൽ പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജനുവരി 27 2026 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ഞാൻ രാവിലെ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും ആ സമയത്ത് ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇടുകയും ചെയ്തു. പിന്നെ ഞാൻ മിക്ക ദിവസങ്ങളിലും അടുത്താണ് മിക്ക ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ സായാഹ്ന പ്രാർത്ഥനയിലെയും മിക്ക ദിവസങ്ങളിലും കൊന്തയും ചെല്ലാറുണ്ടായിരുന്നു. അതിനുശേഷം മാർച്ച് 1 തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. അത് കഴിഞ്ഞ ഞായറാഴ്ച. അപ്പം ഞാൻ റിസൾട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം സങ്കീർത്തനം 139 എല്ലാം കാണുന്ന ദൈവം. അപ്പം ദൈവം എൻ്റെ എല്ലാം കാണുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ റിസൾട്ട് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് 30 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ച് വിഷയത്തിന് എനിക്ക് കറക്റ്റായി 40 മാർക്ക് കിട്ടി. 40 മാർക്കാണ് പാസ്സാവുള്ളത്. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കാരണമാണ്. കാരണം ആ അറ്റംപ്റ്റിൽ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 9% മാത്രമാണ്. കാരണം 100 പേര് എഴുതിയാൽ 9 പേർക്ക് മാത്രമേ പാസ്സായിട്ടുള്ളൂ. ആ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ പറ്റി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ പത്രം പ്രാർത്ഥിച്ച ആൾക്കാർക്ക് കൊടുക്കുകയും എൻ്റെ കൂടെ CA ഫൈനലിൽ പഠിക്കുന്ന ഇങ്ങനെ എന്നെ പോലെ ജയിക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും പിന്നെ അതിനകത്ത് 1-2 ആൾക്കാർ ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയുടെ ചെയ്തത് പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുകയും പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ വൈകുന്നേരങ്ങൾ അവിടെ കാണുന്നവർക്കത് കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദി. 91 സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിതിൻ എന്ന ഈ മകൻ
ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാനുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ കാലത്തെ പഠനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഒരു CA പാസ്സാകുന്നത് എന്ന് നമുക്കറിയാം. ഈ മകൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു വലിയ കാര്യമായതുകൊണ്ട് അത് ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏൽപ്പിക്കുകയാണ്. ഈശോയ്ക്ക് മാത്രമേ എൻ്റെ ഒരു വിജയം സാധിച്ചു തരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഈ മകൻ പഠിച്ചെടുക്കുകയുണ്ടായി. ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും പറയാറുണ്ട്, എൻ്റെ അമ്മയും എൻ്റെ പപ്പയും ഉടമ്പടി എടുത്ത് വളരെ വിശ്വസ്തയോടുകൂടി ജീവിച്ചതുകൊണ്ട് അവരുടെ കുടുംബജീവിതം, അവരുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി പോകുന്നു. അങ്ങനെ കണ്ടറിഞ്ഞ് ജീവിച്ച് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം അപേക്ഷിച്ച് ഉടമ്പടി എടുക്കുന്ന മക്കൾ ആ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 16 വയസ്സ് കഴിയുമ്പോൾ ഇന്ന് നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുവാദമുണ്ട്. കാരണം അതൊരു നല്ല പ്രായമാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, യൗവനത്തിൽ നീ നുകമെടുത്ത് പഠിക്കുക, അപ്പോൾ നമുക്ക് വാർദ്ധക്യത്തിലും വളരെ ആയാസപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. ഈ മകൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ ഉടമ്പടി കണ്ടൻറ്റിൽ ഒരു വലിയ വിജയമാണ് ഇന്ന് മകന് ലഭിച്ചിരിക്കുന്നത്. കാരണം വളരെയധികം പേർ CA പരീക്ഷ എഴുതിയിട്ട് ആകെ 9 പേർ മാത്രമാണ് ജയിച്ചത്. അതിൽ താൻ കൂടി എണ്ണപ്പെട്ടു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് ഈ മകൻ കാണുന്നതിന് കാരണം 30 മാർക്ക് മാത്രം കണക്ക് കൂട്ടിയെടുത്തപ്പോൾ അത് ജയിക്കുവാനായി മകന് 40 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന കൃപയ്ക്ക് മേൽ കൃപയാണ് നമ്മുടെ ഓരോ കാര്യത്തിലും ഉടമ്പടിയിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് പസഫിക് ഓഷ്യനേക്കാൾ വലിയ ഒരു സമുദ്രമായിട്ടാണ് ഇന്ന് ഉടമ്പടി വ്യാപിച്ചു കിടക്കുന്നത്. ലോകമെമ്പാടും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇന്ന് ഉടമ്പടി എത്തിക്കഴിഞ്ഞു. ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവരുടെ അത്ഭുതങ്ങൾ ഇന്ന് ഈ അൾത്താരയിൽ വന്ന് ഏറ്റുപറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടിയിലൂടെ നടക്കാത്തതായി, ഈശോയെ കണ്ടെത്താൻ സാധിക്കാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് ഈശോ എന്നും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് ഉടമ്പടി 16 വയസ്സിൽ എടുക്കാൻ സാധിക്കും. ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന മക്കളെല്ലാം തങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് അവരുടെ കൈവെള്ളയിൽ അവർക്ക് കിട്ടുന്നത്. അതാണ് കാശുരൂപം. മാതാപിതാക്കൾ ആരും തന്നെ ആ കാശുരൂപം മക്കൾക്കോ ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ കൈമാറരുത് എന്നൊരു കൃത്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് നൽകുന്നുണ്ട്. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് അത് മക്കൾക്ക് കൈമാറാനുള്ളതല്ല, മക്കൾക്ക് കൈമാറാനുള്ളത് വിശ്വാസ കൈമാറ്റം മാത്രമാണ്. അതുകൊണ്ട് ഉടമ്പടി കാശുരൂപം നമുക്ക് കൈമാറാൻ സാധിക്കാത്ത 2 നേർച്ച വസ്തുക്കളാണ് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും. നാം ഒരിക്കലും ആർക്കും കൈമാറരുത്. കാരണം ഉടമ്പടി എടുക്കുന്നവരാണ് അഭിഷിക്തരായി ഇവിടെ നിന്ന് പോകുന്നത്. അവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി അഭിഷേക തൈലം പൂശി പ്രാർത്ഥിക്കുവാനുള്ള അധികാരവും അനുവാദവും ഉള്ളത് നമ്മൾ ഓർത്തിരിക്കണമെന്ന് പ്രത്യേകം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിത കാലഘട്ടങ്ങളിലേക്കും സമയങ്ങളിലേക്കും പരിശുദ്ധ അമ്മ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും വിശ്വാസ പ്രയോഗവും എല്ലാം തന്നെ നേർച്ച വസ്തുക്കളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള വലിയ അനുഭവവും അനുവാദവും അഭിഷേകവും അധികാരവും നമുക്ക് നൽകുന്നുണ്ട്. നിത്യമഹത്വത്തിനു വേണ്ടിയുള്ള ഒരു മുൻകൂർ അച്ചാരമായി ഒരു മുതൽ മുടക്കും ഇത്തരം നമ്മുടെ ചില സഹന സന്ദർഭങ്ങളിലൂടെയെല്ലാം ദൈവം നമ്മിൽ നിന്ന് മുൻകൂറായി വാങ്ങുന്നത് പഠന സമയങ്ങളിലോ അല്ലെങ്കിൽ ജോലി സമയങ്ങളിലോ നമ്മുടെ കുടുംബജീവിതങ്ങളിലോ എല്ലാം നമുക്ക് കാണാം. വരാനിരിക്കുന്ന ആ മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം തുലവും ചെറുതാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കെപ്പോഴും നമ്മളുടെ ഈശോ സംസാരിക്കുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് ഓർക്കാം. നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തരായി മുന്നോട്ട് നീങ്ങാം. ഉടമ്പടി എടുത്ത് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ പിന്നെ ഗുഡ് ബൈ പറയാനുള്ളതല്ല, ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഉള്ളതല്ല. നമുക്കെപ്പോഴും ഉടമ്പടിയിലായിരിക്കാൻ, വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നിധിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.